ഇക എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ? രാഹുൽ വയനാട് വിടും എന്നുള്ളൊരു വാർത്ത പരക്കുന്നു. എന്താണ് പ്രതീക്ഷ ഉണ്ട്, വിടുന്നില്ല പ്രതീക്ഷനെ. ഇവിടെ നിലനിർത്തും തന്നെ രാഹുൽ? നിലനിർത്തൂല. എന്റെ അഭിപ്രായം കേട്ടോ. നിങ്ങള് പകരം ആരായിരിക്കുന്നതാണ് നിങ്ങളൊരു പ്രതീക്ഷ? ഞങ്ങളെ പ്രതീക്ഷിക്കണത് പ്രിയങ്കാന്തിനെ. പ്രിയങ്ക ഗാന്ധിയാണ്. അങ്ങനെ നെഹ്റു കുടുംബത്തിന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാവും അല്ലേ? അതെ, അത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. രാഹുൽ ഇവിടെ പോകണ്ട എന്നാണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പക്ഷെ അതിന് കോൺഗ്രസിന് അങ്ങനെ പറയാൻ പറ്റൂല. അതെ, രാഷ്ട്രീയമായിട്ടുള്ള കാര്യമാണല്ലോ അല്ലേ? അതെ. പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യൻ കെ മുരളീധരൻ. ഇവിടെ ഇവിടുന്ന് പോകേണ്ടി വരുന്നുള്ളൊരു സൂചന വരുന്നുണ്ടല്ലേ? അത് ഉറപ്പാണ്. കാരണം നമ്മളിവിടുത്തെ അത്ര എന്തില്ല, വടക്കേ ഇന്ത്യയിൽ ആളുകൾക്ക് ബുദ്ധിയില്ല എന്ന് തന്നെ പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, വിവാദമാക്കാൻ. പക്ഷെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. അവിടെ പറഞ്ഞാൽ ഒരു ഒഴുക്കാണ്. ഇവിടെ പാർട്ടി മൂല്യങ്ങളൊന്നും നോക്കൂല. നേരെ ഒന്നുകിൽ ബി ജെ പിക്കാണെങ്കിൽ അങ്ങനെ ബി ജെ പിക്കാണ് പോകും, യു ഡി എഫിനാണെങ്കിൽ ഇങ്ങനെ രാഹുൽ വേണം. അവിടെ രാഹുൽ വേണം. അതിൽ നമ്മൾ കേരളത്തിൽ യാതൊരു പ്രശ്നമല്ല. കാരണം നമ്മളൊരു വട്ടം ജയിച്ചല്ലേ. അദ്ദേഹം എന്തെങ്കിലും പറയുന്നത് പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മളോട്? സാധാരണഗതിയിൽ വയനാടിനെ പറ്റി പറയുമ്പോൾ രാഹുൽ വലിയ സ്നേഹമാണ് എപ്പോഴും. ഇപ്പോഴും സ്നേഹം തന്നെ, അതിൽ യാതൊരു സംശയമല്ല. പക്ഷേ രാഹുൽ ഗാന്ധിയിൽ പ്രിയങ്ക ഗാന്ധി ഇല്ലെങ്കിൽ കെ മുരളീധരനാണ് ഏറ്റവും കൂടുതൽ. കാര്യമായിട്ടൊന്നും പറയാനില്ല. രാഹുൽ ഇവിടെ നിൽക്കണമെന്നാണോ? രാഹുൽ ഇവിടെ തന്നെ നിൽക്കണമെന്നാണോ ആഗ്രഹം? അല്ലെങ്കിൽ പ്രിയങ്ക വെക്കണം. പ്രിയങ്ക അല്ലേ? അതായത് ഇത് ഇത്തരത്തിലുള്ള പ്രതികരണമാണ് ഇവിടെ എത്തിച്ചേർന്ന് സാധാരണക്കാരായ ആ പാർട്ടി പ്രവർത്തകരിൽ നിന്നും അതേപോലെ ആ വോട്ടർമാരിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇവിടെ തുടരുക എന്നത് ആ ഒരു ആഗ്രഹമാണ്. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ, ഉത്തരേന്ത്യയിൽ പാർട്ടിയുടെ ശക്തി, അത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൂടി അതിന് അത്യാവശ്യമാണ്. പാർട്ടി പ്രവർത്തകരെ അവിടെ പിടിച്ചു നിർത്തുവാൻ, പാർട്ടിയുടെ വളർച്ച ഉറപ്പാക്കുവാൻ അതിന് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി തന്നെ വേണം എന്നൊരു നിരീക്ഷണമാണ് സാധാരണക്കാർക്ക് വരെയുള്ളത്. സ്വാഭാവികമായിട്ട് AICCയുടെ നിർദ്ദേശം അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഇവിടം വിട്ടു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ആ പ്രിയങ്ക ഗാന്ധി തന്നെ ഇവിടെ വേണം എന്നൊരാഗ്രഹവും ഇവിടുത്തുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഈ ഒരു സസ്പെൻസ്, അത് ഇന്ന് അദ്ദേഹം അത്തരത്തിൽ എന്തെങ്കിലും പറയുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് നന്ദി പറച്ചിലാകുമോ, യാത്ര പറച്ചിലാകുമോ, ഈ വയനാട്ടിലെ ഇന്നത്തെ പ്രസംഗങ്ങളിൽ ഉണ്ടാവുക എന്നതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. സജിത്ത്. യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കോൺഗ്രസ് കേന്ദ്രങ്ങളൊക്കെ നൽകുന്ന സൂചന എന്താണ്? അദ്ദേഹം രണ്ടിടങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം യാത്ര പറച്ചിൽ ഉണ്ടാവുമോ എന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പറഞ്ഞത് വയനാട്ടിലാണോ റായ്ബറേലിയിലാണോ അത് തീരുമാനം രാഹുൽ ഗാന്ധി സ്വയം സ്വീകരിക്കും, അതിൽ കോൺഗ്രസ് അല്ല പ്രഖ്യാപനം നടത്തുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം അദ്ദേഹം എന്തായാലും വയനാട് ഉപേക്ഷിക്കും. അതാണ് രാഷ്ട്രീയ സാഹചര്യം. അദ്ദേഹത്തിന് റായ്ബറേലി ഉപേക്ഷിക്കാനാവില്ല. അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം വയനാട് ഉപേക്ഷിക്കും, അതറിയാം. അങ്ങനെയെങ്കിൽ ഇനി വയനാട്ടിൽ ആര്? അത്തരം ചർച്ചകളിലേക്കൊക്കെ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് UDF കേന്ദ്രങ്ങൾ കടക്കുന്നുണ്ടോ? അത്തരം ആലോചനകളിലേക്ക് വരുന്നുണ്ടോ? നേരത്തെ ചില സൂചനകളൊക്കെ പങ്കുവച്ചിരുന്നു. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. കാരണം ഈ ഒരു രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം അത് വയനാട്ടിൽ വലിയ ഒരു മാറ്റം, അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് രാഹുൽ റായ്ബറേലിയിൽ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പോലത്തെ ഒരു പ്രതിസന്ധി വയനാട്ടിൽ ഉണ്ടാക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഇവിടുന്ന് പോകുമ്പോൾ ഒന്നുകിൽ ഗാന്ധി കുടുംബത്തിൽ നിന്ന്, നെഹ്റു കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പ്രതിനിധി വേണം എന്നൊരാഗ്രഹം, ഒരാശയമാണ് പലരും പങ്കുവയ്ക്കുന്നത്. നമ്മോടൊപ്പം ശ്രീ AP അനിൽകുമാർ നമ്മോടൊപ്പം ചേരുന്നത്. അല്ലേട്ടാ, എന്താണ്, എപ്പോഴാണ് രാഹുൽ എത്തുക? രാഹുൽ ഗാന്ധി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു, 5 മിനിറ്റ് കൊണ്ട് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടും. ഇന്നത്തെ ഈ ഒരു ചടങ്ങിന്റെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ യാത്ര പറച്ചിലാകുമോ നന്ദി പറച്ചിലാകുമോ എന്നുള്ളതാണ്. എന്താ അങ്ങേക്ക് വ്യക്തിപരമായിട്ട്? അദ്ദേഹത്തിനോട് ജനങ്ങളുടെ നന്ദി പറച്ചിലാണ്. കേരളത്തിലെ ഇന്ത്യയിലെയും ജനങ്ങൾക്ക് മനസ്സിനകത്തൊരു ഭയവും ആശങ്കയും കൂടാതെ ജീവിക്കാനുള്ള ഒരു അവസരം അദ്ദേഹം ഒറ്റയാൾ പോരാട്ടം നടത്തി ഇന്ത്യയിലെ ജനങ്ങൾക്ക് നേടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ജനങ്ങൾ പറയുന്ന നന്ദിയാണത്. അദ്ദേഹം ആരോട് നന്ദി പറയാനല്ല. അദ്ദേഹം ഇവിടെ വിട്ട് പോകുന്നുള്ളൊരു അങ്ങനെ ഒരു അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. എന്താണ് അങ്ങേക്ക് വ്യക്തിപരമായിട്ട് അത്തരത്തിൽ? ഏതാനും മണിക്കൂറുകളുള്ളൂ, ഏതാണ്ട് അതുകൊണ്ട് അദ്ദേഹം പറയും അതിനകത്ത് കാര്യം. ഹൈക്കമാൻഡിൽ അദ്ദേഹം പറയും, അദ്ദേഹം തന്നെയാണ് അവസാന വാക്ക് പറയേണ്ടത്. ഇന്ന് പറയും, ഇന്നത്തെ പറയാൻ സാധ്യതയുണ്ട് അല്ലേ? അല്ലാതെ അദ്ദേഹമാണ് ഇന്ന് പറയാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഇന്ന് അദ്ദേഹം അതിനുവേണ്ടി അല്ലല്ലോ വരുന്നത്. തീരുമാനം എടുക്കാൻ ഇനി സമയമുണ്ട്. രാഷ്ട്രീയമായുള്ള കാര്യങ്ങളാണ്. തീർച്ചയായും അതാണ് AP അനിൽകുമാർ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതിൽ ഇന്ന് തീരുമാനം വരുമോ എന്ന് പറയാനാകില്ല. എങ്കിൽ പോലും
കടുത്ത രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമായതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അദ്ദേഹത്തിന് പാലിക്കേണ്ടി വരും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളൊക്കെ വിലയിരുത്തുന്നത്. അങ്ങനെ രാഹുൽ ഗാന്ധി ഇവിടം വിട്ടുപോവുകയാണെങ്കിൽ പകരം പ്രിയങ്ക ഗാന്ധിയാണ് പ്രധാനമായിട്ടും നേതാക്കളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം രാഹുലിന് ഏറെ വൈകാരിക അടുപ്പമുള്ള മണ്ണ്, അതിൽ ആ മണ്ണിൽ നെഹ്റു കുടുംബത്തിൻ്റെ തന്നെ പ്രതിനിധി രാഹുലിൻ്റെ തന്നെ സഹോദരി മത്സരിക്കുക എന്നുള്ളത് അത് രാഹുലിനെയും വളരെ സ്വീകാര്യമാവുന്ന ഒരു തീരുമാനമാകും. ഈ വയനാടിനും അത് വളരെ ലഭിക്കുന്ന ഒരു അംഗീകാരമാകും. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ അത് രാഷ്ട്രീയമായിട്ട് ഏറെ ഗുണം ചെയ്യുന്ന ഒരു തീരുമാനമാകും. രാഹുൽ ഗാന്ധി റായ്ബറേലി എങ്ങനെയാണോ പാർട്ടിയെ ശക്തിപ്പെടുത്തി നിലനിർത്തി കൊണ്ടുപോകുന്നത്, അതേപോലെ തന്നെ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യവും കോൺഗ്രസിന് ഗുണം ചെയ്യുന്നതാകുമെന്ന വിലയിരുത്തലാണ് പുതിയ വന്നിട്ട്. ഇനി ഇത് രണ്ടുമല്ലെങ്കിൽ അത്തരത്തിൽ ഒരു സാധ്യതയാണെങ്കിൽ കെ മുരളീധരന്റെ പേരും പ്രവർത്തകർ സജീവമായിട്ട് തന്നെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ കെ മുരളീധരൻ ഇക്കാര്യത്തിൽ വിമുഖത കാണിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി എന്ന പേര് തന്നെയാണ്, എന്നീ പേരുകൾ തന്നെയാണ് പ്രവർത്തകരിൽ നിന്നും നേതാക്കളിൽ നിന്നും ഒരുപോലെ ഉയർന്നു കേൾക്കുന്നത്. സജിത്, അനുമോദ്, ഒരു കാര്യം കൂടിയുള്ളത്, ഇന്നലെ റായ്ബറേലിയിലെ വേദിയിൽ വലിയ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങൾ നടത്തിയ ശേഷമാണ് രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലേക്ക് വരുന്നത്. നരേന്ദ്രമോദിക്കെതിരെ വലിയ മുദ്രാവാക്യം മുഴക്കുന്നു. വാരണാസിയിൽ തൻ്റെ സഹോദരി പ്രിയങ്ക മത്സരിച്ചിരുന്നെങ്കിൽ നരേന്ദ്രമോദി അവിടെ പരാജയപ്പെട്ടതിന് എന്നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഒപ്പം യു പിയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും പദയാത്ര നടത്തിക്കൊണ്ടുള്ള പുതിയ രാഷ്ട്രീയ നീക്കവും കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള ഫോക്കസ് തീർച്ചയായിട്ടും ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെയായിരിക്കും രാഹുൽ ഗാന്ധി ഉണ്ടാവുക. അദ്ദേഹത്തിന് വയനാടിനോട് തീർച്ചയായും നന്ദി പറയേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇതിലൊരു സസ്പെൻസ് ഒരുപക്ഷെ ബാക്കി വെക്കേണ്ടതില്ല. ഒരുപക്ഷെ ആ പ്രഖ്യാപനം ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. രാഹുൽ രാവിലെ ഇദ്ദേഹം മലപ്പുറം ജില്ലയുടെ ഭാഗമായ ഈ ഇടവണ്ണയിലെത്തി അവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പരിപാടികൾ എങ്ങനെയാണ്? അദ്ദേഹം വയനാട്ടിൽ കൽപ്പറ്റയിലെ പരിപാടി പങ്കെടുക്കുന്നതിന് ഇടവേളയിൽ മറ്റെന്തെങ്കിലും സന്ദർശന പരിപാടികളോ അങ്ങനെ എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ അനുമോദ്? സജിത്ത്, അദ്ദേഹം ഇടവണ്ണയിൽ നേരിട്ട് വയനാട്ടിലേക്ക് പോകുന്നു. റോഡ് മാർഗം താമരശ്ശേരി വഴിയായിരിക്കും പോവുക. കൽപ്പറ്റ ഗസ്റ്റ് ഹൗസിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇടവേള ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നിശ്ചയിച്ചിട്ടുള്ള ഒരുപക്ഷെ ഉച്ചഭക്ഷണത്തിനുള്ള ബ്രേക്ക് അവിടെ ആകാനാണ് സാധ്യത. പക്ഷേ അതിനപ്പുറം അദ്ദേഹം എവിടെയെങ്കിലും ഭവന സന്ദർശനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സന്ദർശനം നടത്തുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുന്നതല്ല. നമുക്കറിയാം, എല്ലാ തവണയും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടാണ് പല ഇടങ്ങളിലും അദ്ദേഹം പോകുന്നതും ആളുകളെ കൂടിക്കാഴ്ച നടത്തുന്നതും. അതൊക്കെ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ സ്വഭാവശൈലി തന്നെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. നിലവിൽ ചാർട്ട് ചെയ്ത വിവരപ്രകാരം ഇടവണ്ണയിൽ നിന്ന് നേരെ അദ്ദേഹം കൽപ്പറ്റയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കൽപ്പറ്റ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം അവിടെയാണ് അദ്ദേഹം വിശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ അദ്ദേഹവുമായി നേതാക്കളും പ്രവർത്തകരുമൊക്കെ കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കും. നേതാക്കൾ എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. കൽപ്പറ്റയിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് അദ്ദേഹത്തിന് ഇടവേളയ്ക്ക് എടുത്തതിന് ശേഷമാണ് അദ്ദേഹം കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന യാത്ര അല്ലെങ്കിൽ ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോവുക. ഇതിനിടയിൽ മറ്റ് ഔദ്യോഗിക കൂടിക്കാഴ്ചകളൊന്നും നിശ്ചയിച്ചിട്ടില്ല. കണ്ണൂരിൽ നിന്നും അദ്ദേഹം ചാർട്ടർ ചെയ്ത വിമാനത്തിലാണ് തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് സമയം ഒരു പ്രശ്നമാകുന്നില്ല. കൽപ്പറ്റയിൽ സമയം വൈകിയാൽ പോലും അത് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പരിപാടികൾക്കൊന്നും തടസ്സമുണ്ടാക്കുന്ന സാഹചര്യമല്ല എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. സജിത്.